രണ്ട് മസാല കൊണ്ട് ഒരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കി വെക്കട്ടെ നമുക്ക്. അപ്പോൾ ആദ്യം ചെറുതായി കട്ടാക്കിയ ചിക്കനിൽ മുളക് പൊടി ഉപ്പിട്ടിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ അതിൻ്റെ 2 തട്ടിലായിട്ടാട്ടോ ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 തട്ടിൽ ചിക്കൻ റെഡിയാക്കി വെച്ച് പിന്നെ നമ്മളെ ഇതിക്ക് മെയിനായിട്ടുള്ള സോസ് ഉണ്ടല്ലോ അതിൻ്റെതാണ് അടുത്തായിട്ട് വെക്കുന്നത് കേട്ടോ. അത് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മുട്ട, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ എരി കുറവുള്ള കാശ്മീരി ചില്ലിൻ്റെ 2 മുളകട്ട് എടുത്തിട്ടുള്ള നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്കതിക്ക് ആവശ്യമായിട്ടുള്ള പോക്കറ്റ് റെഡിയാക്കണം. അപ്പോൾ ബ്രെഡിനൊന്ന് ഷേപ്പ് ചെയ്യണം. ഒരു ബോട്ടിലിൻ്റെ അടുപ്പെടുത്തിട്ട് സർക്കിളിൽ വെച്ചിട്ട് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കി വന്ന പീസ് കൊണ്ട് തന്നെ നമ്മൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സർക്കിളിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയറിലും ചെയ്യാം കേട്ടോ. 2 സൈഡും കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുട്ടേൻ്റെ ബാറ്ററിൽ മുക്കുന്നു, ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് അങ്ങനെ എല്ലാം ചെയ്തെടുത്തു കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓയിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കണം കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത്, അതിൽ കുറച്ച് ആവശ്യത്തിന് അത് മുങ്ങാനുള്ള ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ആക്കാൻ, അല്ലെങ്കിൽ നല്ലോണം എണ്ണ കുടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അത് അതിക്കിട്ടെടുത്ത് പെട്ടെന്ന് ആവും കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ മറിച്ചിടാൻ ലേറ്റായി കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് കരിയണമുണ്ട്. അപ്പോൾ 2 സൈഡും മറിച്ചിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. എല്ലാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടോ. അപ്പോൾ എല്ലാം പൊരിഞ്ഞ് കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പൊരിഞ്ഞ് കാണുമ്പോൾ. ഇനി എല്ലാതും ഫ്രൈ ആക്കിയതൊക്കെ നമ്മൾ പാത്രത്തിലിട്ട് വെച്ചു. എന്നിട്ട് ഇനിയാണ് നമ്മൾ പോക്കറ്റ് റെഡിയാക്കേണ്ടത് കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരായതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അത്യാവശ്യം കഴിക്കാൻ ഉണ്ടാവും. പിന്നെ നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് എൻ്റെ സെൻറ്റർ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാതും സെൻറ്റർ കട്ട് ചെയ്ത് വെച്ച് ഒക്കെ റെഡിയാക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. എണ്ണയൊന്നും കയറിയിട്ടില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പൊരിച്ചുകൊണ്ട് തന്നെ എണ്ണ കയറിയിട്ടില്ല. ഇനി നമ്മൾ ട്രെൻഡി മസാല റെഡിയാക്കാം കേട്ടോ. ആദ്യം ഇതിൻ്റെ സോസാണ് റെഡിയാക്കുന്നത്. ചിക്കനൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ആയപ്പോൾ നല്ല ഉഷാറായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയിലിൻ്റെ ജാർക്ക് നമ്മൾ എഗ്ഗും മുളകും ഗാർലിക്കും ഇട്ടു, പിന്നെ കുറച്ച് പാലൊഴിച്ചെടുത്തു, ഉപ്പിട്ടെടുത്തു, കുരുമുളകിൻ്റെ പൗഡർ ഇട്ടെടുത്തു, പിന്നെ 2 സ്ലൈസിൻ്റെ ചീസ് ഇട്ടെടുത്തു, പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചു. എന്നിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് നമ്മൾ അത് അടിച്ചെടുത്തു കേട്ടോ. എനിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, വല്യുള്ളി, മല്ലിയില, ക്യാപ്സിക്കം കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി കുക്കുംബറോ ക്യാബേജോ ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ആഡാക്കാം കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നിറച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം നിറച്ച് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്പർ നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം. മസാല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലയേറിയ കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.